12 ദശലക്ഷത്തോളം അമേരിക്കക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഇല്ലാതാക്കുന്ന ട്രംപിന്റെ വിവാദ നികുതി ബില്ല് സെനറ്റ് കടന്നു. 18 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്കും 3 റിപ്പബ്ലിക്കൻ സെനറ്റർമാരുടെ കൂറുമാറ്റത്തിനുമാണ് ഇന്നലെ US സെനറ്റ് സാക്ഷ്യം വഹിച്ചത്. ഒടുവിൽ JD വാൻസിന്റെ ഒറ്റ വോട്ടിനാണ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് കഷ്ടിച്ച് പാസ്സായത്. സാമൂഹിക ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതും ദേശീയ കടത്തിൽ $3 ട്രില്യൺ കൂട്ടിച്ചേർക്കുന്നതും അടുത്ത 10 വർഷത്തിനുള്ളിൽ 12 ദശലക്ഷത്തോളം അമേരിക്കക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഇല്ലാതാക്കുന്നതുമായ വിവാദ ബില്ലിൽ 18 മണിക്കൂറാണ് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ചർച്ച നടത്തിയത്. ഒടുവിൽ 53 സീറ്റിന്റെ റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള സെനറ്റിൽ 50-50 വോട്ടുകളിൽ ബില്ല് സമനിലയിൽ കുരുങ്ങി. നോർത്ത് കരോലൈന, മെയിൻ, കെൻഡക്കി സെനറ്റർമാർ ബില്ലിനെ എതിർത്തു. ഒടുവിൽ സെനറ്റ് അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വോട്ട് ടൈം ബ്രേക്കറായി. ബിൽ 51 വോട്ടുകൾക്ക് പാസ്സായി. ഇനി പ്രതിനിധി സഭയുടെ അന്തിമ അംഗീകാരം മാത്രമാണ് ബില്ല് മറികടക്കേണ്ടത്. സെനറ്റ് കടന്നെങ്കിലും ബില്ലിലെ ചില വ്യവസ്ഥകളിൽ എതിർപ്പ് തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 4 സ്വാതന്ത്ര്യദിന ആഘോഷം വരെയാണ് ബില്ല് പാസാക്കാൻ ട്രംപ് അനുവദിച്ചിരിക്കുന്ന സമയം. $930 ബില്യൺ ചെലവ് വെട്ടിച്ചുരുക്കുന്ന പദ്ധതിയിടുന്ന ബിൽ അമേരിക്കയിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക് എയ്ഡ് അടക്കം ആരോഗ്യ പരിരക്ഷാ പദ്ധതികളുടെയും ഫുഡ് സ്റ്റാമ്പുകൾ അടക്കം ഭക്ഷ്യസഹായങ്ങളെയുമാണ് ബാധിക്കുക. ദേശീയ കടത്തിൽ 3.3 ട്രില്യൺ കൂട്ടിച്ചേർക്കാനുള്ള നീക്കം പലിശകൾ ഉയർത്തുന്നതടക്കം പ്രത്യാഘാതമുണ്ടാക്കും. അതേസമയം കഴിഞ്ഞ ഭരണകാലയളവിൽ ട്രംപ് പ്രഖ്യാപിച്ച വമ്പൻ നികുതി ഇളവുകൾ പ്രാബല്യത്തിലാക്കും ബില്ല്. നികുതി പരിധി ഉയർത്തുന്ന ഈ നീക്കത്തിന്റെ ഗുണഭോക്താക്കൾ പക്ഷേ സമ്പന്നരായിരിക്കും. സൈനിക ചെലവ് വർദ്ധിപ്പിക്കുക, കൂട്ട നാടുകടത്തലിനും അതിർത്തി സുരക്ഷയ്ക്കും ധനസഹായം നൽകുക എന്നിവയാണ് ബില്ലിന്റെ മറ്റു ലക്ഷ്യങ്ങൾ. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പുനരുപയോഗ ഊർജ്ജ സംരംഭങ്ങൾക്ക് ഏർപ്പെടുത്തിയ സബ്സിഡികൾ ഇല്ലാതാക്കുന്നതാകും ബില്ല്. അടുത്ത കാലം വരെ ട്രംപിന്റെ ഉറ്റത്തോഴനായിരുന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിനെ ചൊടിപ്പിക്കുന്നത് ഈ നീക്കമാണ്. ഇലക്ട്രോണിക് വാഹനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നത് ടെസ്ല സ്ഥാപകനായ മസ്കിന് ക്ഷീണമാണ്. ബില്ലിനെതിരെ കടുത്ത വിമർശനവുമായി വീണ്ടും രംഗത്തെത്തിയ മസ്ക് ബില്ല് പാസാക്കിയാൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും ട്രംപ് ഭരണകൂടത്തെ താഴെ ഇറക്കുമെന്നുമാണ് ഒടുവിൽ ഭീഷണി മുഴക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.